5 വർഷത്തിനിടെ 3 ഭരണസമിതികളാണ് പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തിലുണ്ടായത്. ആദ്യം CPM അധികാരത്തിലെത്തി. 2.25 വർഷത്തിന് ശേഷം സ്വതന്ത്രരുടെ പിന്തുണയോടെ UDF ഭരിച്ചു. 2 കോൺഗ്രസുകാരുടെ പിന്തുണയോടെ LDF ആണ് നിലവിൽ ഭരിക്കുന്നത്. ഇത്തവണ 2020 മത്സരരംഗത്ത് സജീവമാണ്. 20 സീറ്റിൽ 8 നേടിയ CPM-ന്റെ ബേബി സുധ പ്രസിഡന്റും R. അലൈരാജ് വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് ആദ്യം അധികാരത്തിൽ വന്നത്. ആദ്യം നമ്മൾ 2.25 വർഷം ഉണ്ടാകുമ്പോൾ ചെയ്ത വികസനങ്ങളും തുടങ്ങി വെച്ച വികസനങ്ങളും ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 2.5 വർഷം ഒരു വികസനവും പരിശോധിച്ചാൽ അറിയും. കഴിഞ്ഞ വർഷത്ത് 2023, 24, 25 2 വർഷവും ഒരു രൂപ പോലും ചിലവാക്കാതെ ഒരു കോടിക്കണക്കിന് രൂപയിൽ ഒരു 85,000 രൂപയാണ് ചിലവഴിക്കാൻ കഴിഞ്ഞത്. ആ റോഡുകൾ മുഴുവൻ ഇപ്പോൾ എല്ലാ എസ്റ്റിമേറ്റ് എടുത്ത് എഗ്രിമെൻറ്റ് വെക്കേണ്ട 6 മാസം കൊണ്ട് ഞങ്ങൾ അതെല്ലാം എസ്റ്റിമേറ്റ് എടുത്ത് എഗ്രിമെൻറ്റ് വെച്ച് വർക്ക് ഓർഡറും കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ സ്വതന്ത്രരായി വിജയിച്ച K. കൽപ്പനാദേവിയെ പ്രസിഡന്റും താജുദ്ദീനെ വൈസ് പ്രസിഡന്റുമാക്കി BJP പിന്തുണ കൂടി നേടി UDF 2.25 വർഷം ഭരിച്ചു. 2 സ്വതന്ത്രർ ഭരിക്കാൻ ഒരു അവസരം ഉണ്ടായ പഞ്ചായത്തും കൂടിയാണ്. എല്ലാ മെമ്പർമാരുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഒരു ഭരണസമിതിയാക്കിയത്. ആ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്വാരസ്യങ്ങൾ പിന്നീട് ഉണ്ടായി. അവർക്കതിൽ വികസനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും തകൃതിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭവിഷ്യത്ത് മനസ്സിലായത്. വീണ്ടും CPIM കോൺഗ്രസ് യോജിച്ചുകൊണ്ട് ഞങ്ങൾ ആ വിശ്വാസത്തിലൂടെ പുറത്താക്കി. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിന്റെ ജാസ്മിൻ ഷെയ്ഖിനെ പ്രസിഡന്റും വിനേഷിനെ വൈസ് പ്രസിഡന്റുമാക്കി LDF വീണ്ടും അധികാരത്തിൽ വന്നു. വിപ്പ് ലംഘിച്ചവർക്കെതിരെ പാർട്ടി നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ്. പാർട്ടി അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് വയലേറ്റ് ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതിന് ജില്ലാ കമ്മിറ്റി അവർക്ക് വിപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായിട്ട് തിരിച്ചു വരും. കോൺഗ്രസ് വന്നാലേ ഇവിടെയുള്ള സാധാരണക്കാർക്കും SC/ST പോലെയുള്ള ആളുകൾക്ക് രക്ഷയുള്ളൂ. കോൺഗ്രസും CPM-ഉം BJP-യും ശക്തമായ മത്സരരംഗത്തുണ്ട്. ഇതുകൂടാതെ 2.25 വർഷം പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ കൽപ്പനാദേവിയും താജുദ്ദീനും നിലവിൽ 2020 മാറി. 22 വാർഡിലും മത്സരിക്കാൻ 2020-യും തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വവും മാറി മാറി വരുന്ന ഭരണസമിതികളും മുതലമടയുടെ വികസനത്തെ ബാധിക്കുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.